പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവികാനീശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരു കുടുംബത്തിൽ ആ കുടുംബത്തിൻ്റെ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളെ നിങ്ങളുമായിട്ട് ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ആ കുടുംബത്തിലെ അപ്പൻ കിട്ടുന്നത് മുഴുവൻ ദൂർത്തടിക്കും. നല്ല വരുമാനമുണ്ട്, പക്ഷേ വരുമാനത്തിൽ ഒരു ഭാഗം പോലും സൂക്ഷിക്കില്ല. കുടുംബത്തിലുള്ളവരുടെ ആരുടെയും ആവശ്യത്തിന് ചെലവഴിക്കില്ല. സ്വന്തം സുഖത്തിന് വേണ്ടി മാത്രം ആ പണം മുഴുവൻ ചെലവഴിക്കും. ആ ഒരു മനോഭാവമാണ്. എന്നാൽ ജോലിയുള്ള അമ്മയാകട്ടെ തനിക്ക് കിട്ടുന്ന പണം മുഴുവനും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക്, മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കും. ഈ കുടുംബം പരാജയമായിട്ട് വന്നപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ആ കുടുംബത്തെ ഒരുമിച്ച് നിർത്തി ദിവ്യഗാനം എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിച്ച്, ദൈവമേ, ദിവ്യഗാനത്തിൻ്റെ ശക്തിയാൽ ഈ കുടുംബത്തിൻ്റെ ഈ കുറവുകൾ മാറിപ്പോകുന്നതിനുള്ള കൃപയ്ക്കായി സഹായം തേടുകയുണ്ടായി. അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ആ കുടുംബം പറഞ്ഞ ഒരു കാര്യം ഇതാണ്: വിവാഹത്തിന് ആദ്യ നാളുകളിലുണ്ടായ ചില വാക്ക് തർക്കങ്ങളും ചില സംസാരങ്ങളിലെ അപ്രിയങ്ങളുമൊക്കെയാണ് ഇങ്ങനെയൊരു സ്വഭാവവിശേഷത്തിലേക്ക് ഈ കുടുംബനാഥൻ മാറാനുണ്ടായ കാരണം. അത് പിന്നെ വാശിയായി, അത് പിന്നെ പിണക്കമായി. പക്ഷെ അതൊന്നും പരിഹരിക്കുവാൻ ആരും മുൻകൈ എടുത്തില്ല. അതൊരു വലിയ കുറവാണെന്ന് ആരും തിരുത്തി കൊടുത്തുമില്ല. പക്ഷെ ഈ 10-20 വർഷത്തിന് ശേഷമാണ് മക്കളുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി മക്കളെയും കൂട്ടി മക്കളുടെ തന്നെ ആഗ്രഹത്താല് എൻ്റെ അടുത്ത് വരുവാനിടയായത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ സംഭവിക്കുന്നുണ്ടാകാം. പക്ഷെ അവയൊക്കെ പരിഹരിക്കുവാൻ നമുക്ക് ദിവ്യഗാനനാഥന്റെ പക്കൽ വരുവാനിടയാകണം. ദിവ്യഗാനനാഥനോടൊത്ത് ചിന്തിച്ച് അവ തിരുത്തുവാനിടയാകണം. അപ്പോഴാണ് നമ്മുടെ കുടുംബജീവിതം വിജയിക്കുക. ചില കുടുംബങ്ങളിലൊക്കെ ചിലര് അത്യാഡംബരപൂർവ്വം ജീവിക്കും, ചിലര് ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ സ്വന്തമാക്കും, ചിലർക്ക് മറ്റാർക്കും ഒരു ഉപകാരവും ചെയ്യത്തില്ല. ഉള്ളതെല്ലാം സ്വന്തം കാര്യങ്ങളോട് മാത്രം ചെലവഴിക്കും. എന്നാൽ ഇഷ്ടംപോലെ പണം ഉണ്ട് താനും. അങ്ങനെയുള്ള ചില ദുശ്ശീലങ്ങൾ ഈ നോമ്പുകാലത്ത് മാറ്റുവാൻ നമുക്കിടയാകണം. ഈ വചനം ശ്രവിക്കുന്ന ആരിലെങ്കിലും ഇതുപോലുള്ള തിന്മകൾ ഉണ്ടെങ്കിൽ സ്വന്തം സുഖത്തിനും നമ്മുടെ കയ്യിലുള്ള പണം നമ്മുടെ സ്വന്തമല്ല, നമുക്ക് അത്യാവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാം, ബാക്കിയുള്ളവർക്ക് മറ്റുള്ളവരുടേതാണ്. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും സ്വസ്ഥതയും ഒത്തിരി ബാങ്ക് ബാലൻസും ഉണ്ടെങ്കിൽ അത് പാവപ്പെട്ടവരുടെയും കൂടെ ആണ് എന്നുള്ള കാര്യം ഈ വലിയ നോമ്പ് കാലത്തെ നമുക്ക് വിസ്മരിക്കാതിരിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 6-ാം തിരുവചനം പറയുന്നു: നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. അതെ, നമ്മൾ ലോകത്തിലുള്ള മറ്റുള്ളവരുടെ നീതി അന്വേഷിക്കാറുണ്ടോ? ആ നീതിക്ക് വേണ്ടി ആഗ്രഹിക്കാറുണ്ടോ? ആ നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? ആ നീതി നടപ്പിൽ വരുത്തുവാൻ നമ്മൾ പലതും വേണ്ടത് വയ്ക്കാറുണ്ടോ? ചിലപ്പോഴെങ്കിലും ചിലരുടെ ഭവനങ്ങളിൽ ആവശ്യമില്ലാത്ത എല്ലാം അങ്ങനെ കുന്നുകൂട്ടി ആരെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത് കാണാം. മറ്റാർക്കും കൊടുക്കത്തുമില്ല. അത് ആ കുടുംബത്തിൽ തന്നെ ഇങ്ങനെ ഭാരമായിട്ട് ഒരു കുടുംബത്തിനൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെ കുന്നുകൂടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആഡംബരങ്ങൾ, അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് നോമ്പുകാല ചൈതന്യം പാലിച്ച് ദൈവത്തിന് സ്വന്തമാകാം. അങ്ങനെ നമുക്കും പുൽക്കുട്ടിലെ ഉണ്ണീശോയുടെ ആ ചൈതന്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ദിവ്യഗാനനാഥ, അങ്ങ് ദൈവമാണ്, അങ്ങ് സർവശക്തനാണ്. നിങ്ങളുടെ കുറവുകളും ബലഹീനതകളും നിങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അവ പരിഹരിച്ചു പോകാനുള്ള കൃപ ദിവ്യഗാനത്തിന്റെ ശക്തിയാൽ ഞങ്ങൾക്ക് നൽകണം. ഞങ്ങൾ വിശ്വസിക്കുന്നു അനേകർക്ക് ഈ ഒരു ജീവിതത്തിൽ വ്യതിയാനം വരുത്തുവാൻ ഈ എപ്പിസോഡ് കാരണമായി തീരണം. ദിവ്യഗാനത്തിന്റെ ശക്തി, അനുഗ്രഹം, ആശീർവാദം നിങ്ങൾ തേടുന്നു. അമ്മേ മാതാവ് ഈശോയോട് പറയണമേ, സ്വർഗത്തിൽ നിന്നും കരനീട്ടി ദിവ്യഗാനത്തിന്റെ ശക്തി ഞങ്ങൾക്ക് പകർന്നു നൽകുവാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദിവ്യകാരുണ്യമേ, ശോഭയാലെന്നുള്ളം തെളിയും ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, ദിവ്യശോഭയാലെന്നുള്ളം തെളിയും ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യകാരുണ്യനാഥ.